ഈ മമതാ ബാനർജി ഉടൻ തന്നെ ജയിലിലേക്ക് പോകുമെന്ന് കേൾക്കുന്നുണ്ട്. എന്തായിട്ടാ കാരണം അതിൻ്റെ? മമതാ ബാനർജി ഉടനെ ജയിലിലേക്ക് പോകുമെന്ന് മമത തന്നെ പറഞ്ഞതാണ്. രണ്ട് കാരണങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചില വാക്കുകൾ അറം പറ്റാറുണ്ടെന്ന് പറയാറില്ലേ, അതുപോലെ മമത ജയിലിലേക്ക് പോകാനുള്ള രണ്ട് കാരണങ്ങൾ ഞാൻ കാണുന്നു. ഒന്ന്, സുപ്രീം കോടതിയുടെ ഒരു നടപടി വരാം. രണ്ടാമത്തതും വഖഫുമായി ബന്ധപ്പെട്ടതാണ്, അതിലും ചിലപ്പോൾ കോടതിയുടെ നടപടി വരാം. ആദ്യത്തെ കാരണം തന്നെ നമുക്ക് ആദ്യം എടുക്കാം. രണ്ട് കാരണങ്ങൾ കൊണ്ട് മമതാ സർക്കാർ വീഴാനും മമതാ ബാനർജി ജയിലിലേക്ക് പോകാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഒന്നാമത്, നമ്മൾ കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവം. പശ്ചിമ ബംഗാളിലെ സ്കൂൾ ടീച്ചർമാരെ തിരഞ്ഞെടുക്കാനുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മിറ്റി, SSC, നമ്മുടെ PSC പോലെ, അവിടെ സ്കൂൾ ടീച്ചർമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു റിക്രൂട്ട്മെന്റ് ബോർഡുണ്ട്. അവർ നടത്തിയ 25,752 നിയമനങ്ങൾ, ടീച്ചർമാരും നോൺ ടീച്ചിങ് സ്റ്റാഫും ഉൾപ്പെടെയുള്ള നിയമനങ്ങൾ സുപ്രീം കോടതി റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന് മുന്നിൽ വേറെ മാർഗമൊന്നുമില്ല. സർക്കാരിന് വേണമെങ്കിൽ ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുക്കാമെന്നേ ഉള്ളൂ. റിവ്യൂ പെറ്റീഷൻ സാധാരണഗതിയിൽ കോടതികൾ സ്വീകരിക്കില്ല. അത് കാരണം കോടതി അത്രയും കാര്യമായി ചർച്ച ചെയ്ത് ഇത് ഇത്രയും ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത്രയും കാര്യമായി പരിഗണിച്ചതാണ്. അത് വീണ്ടും ഒന്നുകൂടെ നോക്കണമെന്ന് പറഞ്ഞാൽ മിക്കവാറും റിവ്യൂ പെറ്റീഷനുകളിൽ അനുവദിക്കുന്ന ചരിത്രം പൊതുവിൽ കോടതികൾക്ക് കുറവാണ്. പക്ഷേ ഈ കോടതി വിധി വന്നതിന് ശേഷം ഏതാണ്ട് 17,000-ഓളം സ്കൂൾ അധ്യാപകരെ, ജോലി നഷ്ടപ്പെടാൻ പോകുന്ന ആളുകളെ വിളിച്ചു ചേർത്തിട്ട് മമത പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മമത ജയിലിൽ പോകും, മമതയുടെ സർക്കാർ വീഴാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിൻ്റെ രണ്ട് കാരണങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാരണം അത് 2 ദിവസം മുമ്പുണ്ടായതാണ്. ഈ യോഗം വിളിച്ചിട്ട് പറയുന്നു, ഞാൻ സുപ്രീം കോടതിയുടെ ഈ വിധി സ്വീകരിച്ചു എന്ന് കരുതരുത്. കാരണം രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെ വിധി ഞാൻ സ്വീകരിച്ചു എന്ന് കരുതരുത് എന്ന് ജനങ്ങളെ സാക്ഷി നിർത്തി ജനങ്ങളുടെ മുന്നിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പറയുകയാണ്. കണ്ടംപ്റ്റാണ്, കോടതിയെ വെല്ലുവിളിക്കലാണ്, ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കലാണ്. ഞങ്ങൾ ആരും, എൻ്റെ പാർട്ടിക്കാരും ഞാനും ശിലാഹൃദയരല്ല. ഈ പറയുന്നതിൻ്റെ പേരിൽ ജയിലിൽ പോകാനും ഞാൻ തയ്യാറാണ് എന്ന് മമത പറഞ്ഞു. മമത അങ്ങനെയാണ് പ്രസംഗിച്ചത്. സുപ്രീം കോടതിയുടെ വിധി സ്വീകരിച്ചു എന്ന് കരുതരുത്, ഞാൻ ഈ പറഞ്ഞതിൻ്റെ പേരിൽ ജയിലിൽ പോകാനും തയ്യാറല്ല. അപ്പോൾ ആളുകൾ കൈയടിച്ചു. അപ്പോൾ കൈയടിയൊക്കെ കിട്ടുമായിരിക്കാം. 25,752 പേരെന്ന് പറഞ്ഞാൽ 25,752 കുടുംബങ്ങൾ. അപ്പോൾ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് 25,752 പേർക്ക് നിയമനം കൊടുത്തു. അത് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും 1 ലക്ഷം രൂപ വീതം കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര കോടി രൂപയുടെ അഴിമതിയാണ്. അപ്പോൾ മമതയ്ക്കയുടെ പാർട്ടിക്ക് വേണ്ടി വലിയ തോതിൽ പണം കൊടുത്ത ആളുകളാണ് ഈ അവിഹിതമായ നിയമനം കിട്ടിയ ആളുകൾ. അപ്പോൾ മമത ഇപ്പോൾ പറയുകയാണ്, നിങ്ങളെ സുപ്രീം കോടതി ഇങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ നിങ്ങളെ ആരും പിരിച്ചുവിട്ടില്ല. കോടതി പറയാണ് ഈ നിയമനങ്ങൾ ശരിയല്ല, ഈ നിയമനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു നിയമനം റദ്ദാവത്തില്ല. ആ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കണം. മമത ഇതുവരെ അത് പുറപ്പെടുവിച്ചിട്ടില്ല. എന്നിട്ട് അഭിമാനത്തോടെ പറയുകയാണ്, നിങ്ങളെ ഇതുവരെ ആരും പിരിച്ചുവിട്ടിട്ടില്ല, നിങ്ങൾ ജോലിയിൽ തുടരുക. നോക്കൂ, നിയമവാഴ്ചയുള്ള ഭരണഘടനാ വ്യവസ്ഥാപിതമായ നീതി നിർവഹണ സംവിധാനമുള്ള ഒരു രാജ്യത്താണ് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളെ ആരും പിരിച്ചുവിട്ടിട്ടില്ല, നിങ്ങൾ ജോലിയിൽ തുടരുക എന്ന് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പരസ്യമായി പബ്ലിക് മീറ്റിംഗ് വിളിച്ചിട്ട് പറയുന്നു. അപ്പം മമതയെ സംബന്ധിച്ച് മമതയ്ക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ഇന്ത്യയിലെ സുപ്രീം കോടതി പറഞ്ഞാലും ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുന്നു. ഇതൊരു ജനാധിപത്യ സംവിധാനത്തിന്, ഒരു ഭരണവാഴ്ച, റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഉറപ്പായും സുപ്രീം കോടതിയിലെത്തും. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് പ്രതികൂലമായ കമന്റുകൾ ഉണ്ടായാൽ സ്വാഭാവികമായും മമത രാജിവെക്കേണ്ടി വരും. ഇനി അപ്പോഴും മമത പറയും, സുപ്രീം കോടതി അങ്ങനെയൊക്കെ പറയും, ഞാൻ ഇതുവരെ രാജിവെച്ചിട്ടില്ല എന്ന് പറയാം. അപ്പോൾ മമതയുടെ സ്വഭാവത്തിന്, മമതയ്ക്ക് ഭ്രാന്താണല്ലോ. മമത കൊണ്ടാണല്ലോ മമതയെ മറുത എന്ന് പറയുന്നത്. കാരണം ഒരു സുപ്രീം കോടതി വിധിയെ പരസ്യമായി ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി വെല്ലുവിളിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. അതേസമയം പേടിയുണ്ട്, കാരണം അതുകൊണ്ടാണ് ഒരു സൈഡ് അക്രമം അഴിച്ചു വിടുന്നത്. അല്ല, ഇതുമായി ബന്ധപ്പെട്ട അക്രമമൊന്നുമില്ല. അപ്പൊ ഈ കേസിൽ അപ്പം ഇപ്പൊ ഞങ്ങൾ റിവ്യൂ പെറ്റീഷൻ കൊടുക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ കോടതിക്ക് ജനങ്ങളുടെ സങ്കടം ഒന്നും അറിയത്തില്ല. എന്നിട്ട് മമത ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ആരും പിരിഞ്ഞു പോകണ്ട, നിങ്ങൾ പിരിച്ചുവിട്ടിട്ടില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ജോലിയിൽ ശമ്പളം വാങ്ങിയാലേ പ്രശ്നമുള്ളൂ, നിങ്ങൾ വോളണ്ടറി ആയിട്ട് സ്വമേധയാ
സൗജന്യമായി വോളണ്ടറി വർക്ക് ജോലി ചെയ്യുന്നതായി തുടരുക എന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുക്കാനുള്ള വഴി ഞാൻ വേറെ കണ്ടുപിടിക്കാന്നാണ്. അതായത് സുപ്രീം കോടതി പറഞ്ഞാലും ഞാൻ പിരിച്ചുവിടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിയെയും ഇന്ത്യൻ ഭരണഘടനയും മമത വെല്ലുവിളിച്ചിരിക്കുന്നു. ഇത് ഉടനെ സുപ്രീം കോടതിയിൽ ശ്രദ്ധപ്പെടും. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും പ്രതികൂലമായ ഒരു പരാമർശം ഉണ്ടാവാം. ഇപ്പോൾ മുർഷിദാബാദിൽ ഇന്നലെ കലാപമാണ്. ഇന്നലെ കലാപം ഉണ്ടാവാനുള്ള കാരണം മമതാ ബാനർജിയാണ്. മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നു വഖഫ് ബില്ല് ഞാൻ നടപ്പാക്കില്ല. എങ്ങനെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റും? ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം ഞാൻ നടപ്പാക്കില്ല എന്ന് ജെയിൻ സമുദായങ്ങളുടെ ഒരു യോഗത്തിൽ ചെന്നിട്ടാണ് മമത പ്രസംഗിക്കുന്നത്. മമത പറയുന്നു ഈ ബംഗാളിൽ 33% മുസ്ലിമുകളുണ്ട്, അവരിവിടെ ജീവിക്കുന്നവരാണ്, ഞാൻ എങ്ങനെ അവരെ പുറത്താക്കും, അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കും, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു, ദീദി ഇവിടെയുണ്ട്, ദീദി നിങ്ങളെയും നിങ്ങളുടെ സ്വത്തുക്കളും സംരക്ഷിക്കും, ഞാൻ വഖഫ് ഭേദഗതി നിയമം നടപ്പാക്കില്ല. വേണമെങ്കിൽ പിണറായി വിജയൻ CAA നടപ്പാക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ഗീർവാണം, അതിനപ്പുറത്തൊന്നുമില്ല. കാരണം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം, പക്ഷേ ഇപ്പൊ പോലും പിണറായി വിജയൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം നടപ്പാക്കാതിരിക്കാൻ ഇന്ത്യയിൽ ഒരു സർക്കാരിനും കഴിയില്ല. കാരണം വഖഫ് എന്ന് പറയുന്ന കൺകറന്റ് ലിസ്റ്റിലാണ് 3 തരത്തിലുള്ള പട്ടികകളുണ്ട്: സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിയൻ കേന്ദ്ര സർക്കാർ മാത്രം നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന് മാത്രം. കൺകറന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനും ഉണ്ടാക്കാം, സംസ്ഥാനങ്ങൾക്കും നിയമം ഉണ്ടാക്കാം. പക്ഷേ 2 നിയമം ഉണ്ടായി, രണ്ടും കേന്ദ്രം ഉണ്ടാക്കിയ നിയമത്തിന് എതിരാണ് സംസ്ഥാനത്തെ നിയമമെങ്കിൽ കേന്ദ്രത്തിന് നിയമം നിലനിൽക്കുള്ളൂ. ഇപ്പൊ ചില സംസ്ഥാനങ്ങളിലൊക്കെ നേരത്തെ ബലാത്സംഗത്തിന് വധശിക്ഷ ഉണ്ടായിരുന്നു. നമ്മുടെ IPC-യിൽ അമെൻമെന്റിന് മുമ്പുണ്ടായിരുന്നു ബലാത്സംഗത്തിന് വധശിക്ഷ ഇല്ല, ജീവപര്യന്തമായിരുന്നു. ചില സംസ്ഥാനങ്ങൾ അതിനകത്ത് എന്ത് ചെയ്തു, വധശിക്ഷ കൂടെ IPC-യിൽ ചേർത്തു, അത് നിലനിൽക്കും. അതേസമയം ഏതെങ്കിലും സംസ്ഥാനം ഈ ബലാത്സംഗ കുറ്റത്തിന് വധശിക്ഷ കൊടുക്കുന്ന IPC-യിൽ കേന്ദ്ര നിയമത്തിൽ ഉണ്ടായിരിക്കെ ഒരു സംസ്ഥാനം കേരളം അങ്ങ് തീരുമാനിക്കും, സപ്പോസാണ്, ഹൈപ്പോത്തറ്റിക്കലാണ്, കേരളം തീരുമാനം ബലാത്സംഗത്തിന് 3 വർഷം തടവ് മതി എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കില്ല. കാരണം കേന്ദ്ര നിയമം നിലനിൽക്കുള്ളൂ. അപ്പൊ കൺകറന്റ് ലിസ്റ്റിൽ കേന്ദ്ര നിയമമേ നിലനിൽക്കുള്ളൂ. വഖഫ് കൺകറന്റ് ലിസ്റ്റിലാണ് കേന്ദ്ര നിയമം നിലനിൽക്കുള്ളൂ. മമതയോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഒരു സംസ്ഥാന വഖഫ് നിയമം കൊണ്ടുവന്നാൽ പോലും കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ ചെയ്യാവുന്ന കാര്യം എന്താണ്? ഇപ്പൊ കമ്മിറ്റി, ഇപ്പൊ വഖഫ് ബോർഡുകളുടെ ഘടന മാറ്റി, 2 വനിതകൾ വേണം, പിന്നെ അതിന്റെ CEO ആയിട്ട് വരുന്ന ആള് ഒരു നോൺ മുസ്ലിം ആയിരിക്കണം, അമുസ്ലിമുകൾ വേണം എന്നൊക്കെ പറയും. ഇതുപോലും നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ അവർക്ക് ചെയ്യാവുന്നത് ഒന്ന് വെച്ച് താമസിപ്പിക്കാം, പക്ഷെ അനന്തമായി വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. ഒരു നിയമം നടപ്പാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിയമം നോട്ടിഫൈ ചെയ്ത് രാഷ്ട്രപതി വെച്ചു, അതിനുശേഷം ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തത് മുതൽ നിയമം ഇപ്പോൾ പ്രാബല്യത്തിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടി, അതായത് ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി വഖഫിന് കിട്ടിയ എല്ലാ പ്രോപ്പർട്ടിയും ആ നിമിഷം മുതൽ ഇല്ലാണ്ടായി, വഖഫ് അല്ലാണ്ടായി. അത് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും പരാതിക്കാരനോ അത് തിരിച്ചു കിട്ടണം. അപ്പോൾ എൻ്റെ ഒരു പ്രോപ്പർട്ടി അവിഹിതമായി വഖഫ് പിടിച്ചെടുത്താണ്, എനിക്കത് തിരിച്ചു കിട്ടണം. ഞാൻ ബംഗാളിലാണ്, മമത പറയുകയാണ് ഞാൻ ഇടപെടത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കോടതി പോകാം. കോടതി അപ്പോൾ നിയമം എടുത്തു വെച്ചിട്ട് പറയും അത് തിരിച്ചു കൊടുക്കാൻ പറയും, തിരിച്ചു കൊടുക്കാൻ. എന്നിട്ടും മമത ചെയ്തില്ല, പോലീസിനെ വിട്ട് ചെയ്യിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രസേനയെ വിട്ട് ചെയ്യിക്കും. അപ്പം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച ഒരു നിയമം കേന്ദ്ര സർക്കാർ വഖഫ് നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഒരു നിർദ്ദേശം കൊടുത്തിട്ട് നടപ്പാക്കിയില്ലെങ്കിൽ, കേന്ദ്രം പറയുന്ന കിട്ടില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാം. ആദ്യം പറഞ്ഞ ക്ലോസ് എന്താണ്? സുപ്രീം കോടതി വിധി നടപ്പാക്കത്തില്ല എന്ന് പറയുന്നു. നടപ്പാക്കിയില്ലെങ്കിൽ അപ്പോഴും മമതയെ പിരിച്ചുവിടാം. അപ്പൊ മമത തന്നെ പറയുന്നുണ്ട് എനിക്ക് ജയിൽ ഉറപ്പാണ്, ഞാൻ ജയിലിൽ പോകും എന്ന് മമത ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മമത ഇപ്പോൾ നിങ്ങളുടെ കൂടെ ദീദിയുണ്ട്, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞതിന് ശേഷമാണ് മുർഷിദാബാദിൽ ഇന്നലെ വഖഫിൻ്റെ പേരിൽ കലാപം തുടങ്ങിയത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി നിലവിലുള്ള സുപ്രീം കോടതിയെ, ഭരണഘടനയെ, പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് താനാണ് ജനാധിപത്യ ഈ ഇന്ത്യൻ സെക്യുലറിസത്തിൻ്റെ ഭരണഘടനയുടെ രക്ഷക എന്ന് പറയുന്ന ഒരു വിരോധാഭാസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മമതയുടെ കളി തീരാൻ പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.